തെരുവ് നായകളെ അമർച്ച ചെയ്യാൻ കണ്ണൂർ കോർപ്പറേഷൻ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നതാണ് കണ്ണൂർ മേയർ ജസീക് മഠത്തിന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തിനാണ് കൂടുതൽ അധികാരമെന്നും മേയർ പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്വന്തം നിലയിൽ ഞങ്ങൾ 2 കൂടുകൾ നേരത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അക്രമകാരികളായ നായകളെ പിടിക്കാൻ ആ കൂട്ടിൽ നിരീക്ഷിക്കാനും അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്യാൻ വാക്സിൻ അടക്കം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി 2ഓളം കൂടുകൾ സജ്ജീകരിച്ച സംവിധാനം ഒരുക്കുന്നുണ്ട്. ഞങ്ങളുടെ എച്ച്ഐയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരൊക്കെ സംവിധാനമുണ്ട്. മുസ്ലിം മഠത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമുണ്ട്. തെരുവ് നായകളെ ആളുകൾക്ക് ദോഷകരമാകുന്ന തരത്തിൽ തെരുവ് നായകൾ പെറ്റുപെരുവുകയാണെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. നമുക്കിപ്പോൾ ഇപ്പോൾ ശ്രീമതി കെ രത്നകുമാരി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. ശ്രീമതി രത്നകുമാരി, വളരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ എടുക്കേണ്ടത്. ഇപ്പോൾ ABC കേന്ദ്രങ്ങളുടെയൊക്കെ നടത്തിപ്പൊക്കെ എങ്ങനെ പ്രതിസന്ധിയിലായെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടാണ്. മാതൃഭൂമി ന്യൂസ് ഇത് കൃത്യമായി ഇത് ഫോളോ ചെയ്യുന്നതാണ്. അതിൽ വേണ്ടത്ര നടപടികൾ പലയിടത്തും ഉണ്ടാകുന്നില്ല എന്നും അറിയാം. എന്താണ് കണ്ണൂരിൽ സംഭവിക്കുന്നത്? ഈ 70 പേർക്കൊക്കെ കടിയേൽക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിനുള്ള ചികിത്സ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുമോ എന്ന് പോലും നമുക്ക് പെട്ടെന്ന് ആശങ്ക തോന്നും. എന്താണ് സാഹചര്യം അവിടെ? ഇവിടെ ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെയും കുറച്ച് പേരെ തെരുവുനായ കടിച്ചു. ഇന്നും അടക്കം ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. ഇതിൽ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഏറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെന്നത്. പക്ഷേ ഞങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് എന്നുള്ള നിലയിലാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനിവാര്യ ചുമതലയിൽ പെടുന്നതാണ് തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കുക എന്നുള്ളത്. അതിൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം 27 അനിവാര്യ ചുമതലകളാണുള്ളത് തദ്ദേശ പഞ്ചായത്തുകൾക്ക്. മുനിസിപ്പൽ ആക്ട് പ്രകാരം 30 അനിവാര്യ ചുമതലകളാണ്. അതിൽ 27ാമത്തെ അനിവാര്യ ചുമതലയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇത്തരത്തിൽ ഞാൻ വായിക്കാം. അത് വളരെ ചുമതലകളൊക്കെ വേർതിരിച്ച് അതൊക്കെ നിൽക്കാം. തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അവർക്കൊക്കെയാണ് പ്രാഥമികമായ ഞാൻ പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തിന് അവരുടെ നിലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇവിടെ അതേ വിഷയമുള്ളൂ. ആളുകൾക്ക് കടിയേൽക്കാതിരിക്കുക, ആളുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയും, അതേ വിഷയമുള്ളൂ. അത് നിങ്ങൾ ഈ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഏതൊക്കെ നിലയിൽ അതിന് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നതേ വിഷയം, ആര് ചെയ്യുന്നൊന്നല്ല. അതെ, അതിൽ ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ പലപ്പോഴും ആളുകൾ പറയുന്നത്, ഇപ്പം താങ്കൾ തന്നെ എന്നോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ ചുമതലയാണെന്ന നിലയിലാണ് സംസാരിച്ചിട്ടുള്ളത്. സ്ഥാപനങ്ങളുടെ ചുമതലയാണല്ലോ പ്രാഥമികമായിട്ട്. അതിൽ ജില്ലാ പഞ്ചായത്തിന് അവരുടെ റോൾ നിർവഹിക്കാനുണ്ട്. അതല്ലാതെ ഒരു ഭാഗത്തേക്ക് മാത്രം അടിച്ചേൽപ്പിക്കലല്ല, എല്ലാവർക്കും ആ റോളാണ് ഞാൻ പറയുന്നത്. അല്ല ആ റോളാണ്. അതെ, ആ റോളാണ് ഞാൻ പറയുന്നത്. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നൽകുകയും അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ നശിപ്പിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യ ചുമതലയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തുകൾക്ക്, ഗ്രാമപഞ്ചായത്തുകൾക്ക് 27 അനിവാര്യ ചുമതലയാണുള്ളത്. അതിൽ 27ാമത്തെ ചുമതലയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മുനിസിപ്പൽ ആക്ട് പ്രകാരം 30 അനിവാര്യ ചുമതലകളുണ്ട്. അതിൽ 27ാമത്തെ ചുമതലയാണ് ഞാനിപ്പോൾ പറഞ്ഞ അതേ ചുമതലകൾ. അപ്പോൾ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ആക്ട് പ്രകാരം അനിവാര്യ ചുമതലകളില്ല. പക്ഷേ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത എന്ന നിലയിലാണ് ഇപ്പോൾ ABC സെൻറ്റർ, അത് ജില്ലാ പഞ്ചായത്ത്, മറ്റൊരു ജില്ലാ പഞ്ചായത്ത്, നിങ്ങളിപ്പം കേരളത്തിലെ മറ്റ് ജില്ലാ പഞ്ചായത്തുകളെടുത്ത് പരിശോധിച്ചാൽ ഒരു ജില്ലാ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ABC കേന്ദ്രം തുടങ്ങിയിട്ടില്ല. കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്നതോ അലഞ്ഞു തിരിഞ്ഞ നായ്ക്കളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. ABC ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ആനിമൽ ബർത്ത് കൺട്രോൾ മാത്രമാണ്. ആ പിടിച്ച സ്ഥലത്ത് തന്നെ പിടിച്ച ABC ചെയ്തതിന് ശേഷം കൊണ്ടുവിടും. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ, അത് ഗ്രാമപഞ്ചായത്തായാലും കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റി ആയാലും ആ തദ്ദേശ സ്ഥാപനങ്ങളാണ് അത് ചെയ്യേണ്ടത്.
അതായത് ഒരു സംശയമുള്ളത് അങ്ങ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിനാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. ഇപ്പോൾ നഗരസഭാ ചെയർമാൻ പറയുന്നത്, കണ്ണൂർ മേയർ പറഞ്ഞത്, മുസ്ലിം മഠത്തിൽ കണ്ണൂർ മേയർ പറഞ്ഞത്, ഇക്കാര്യത്തിൽ ജില്ലാ പഞ്ചായത്തിന് കൂടുതൽ അധികാരങ്ങളുണ്ട്. അങ്ങനെ ഒരു അധികാര തർക്കം അവിടെയുണ്ടോ? ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ കോർപ്പറേഷൻ ചെയ്യാതെയുണ്ടോ? ജില്ലാ പഞ്ചായത്തിനാണ് ഈ ചുമതലയാകെ എന്ന് പറഞ്ഞ് അവർ ഒഴിയുകയാണോ? ഇത് ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ലേ? വേഗത്തിൽ ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാകുന്നൊരു പ്രശ്നമാണല്ലോ 70-ലധികം പേർക്ക് തെരുവുനായകളുടെ കടിയേറ്റുവന്നത്. അവിടെ നിങ്ങൾ തമ്മിലും തർക്കമുണ്ടോ? ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ഇപ്പോഴേ പലപ്പോഴും ചർച്ച ചെയ്യും, ഇപ്പം മാധ്യമങ്ങളുടെ മുന്നിലും പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ വരുന്നത് ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയാണ് എന്ന് പറയുന്നത് ഒരു തർക്കം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കോർപ്പറേഷനും നമ്മളും തമ്മിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾ നല്ല സൗഹാർദ്ദത്തിൽ പോകുന്നവരാണ്. കോർപ്പറേഷൻ മേയറായാലും ഡെപ്യൂട്ടി മേയറായാലും ഞങ്ങളായാലും. പക്ഷേ ഇപ്പോൾ ഈ 1-2 ദിവസമായിട്ട് ഇത് കേൾക്കുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ചുമതല കൂടുതൽ നിർവഹിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ട്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾക്ക് ഷെൽട്ടർ ഹോം നിർമ്മിക്കുക. അങ്ങനെ ഇപ്പോൾ മേയർ ഇപ്പോൾ പറയുന്നത് കേട്ടത് 1-2 ഷെൽട്ടർ ഹോമുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പരമാവധി ഷെൽട്ടർ ഹോം നിർമ്മിച്ചുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നായ്ക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന് ഒരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുക. അത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതും അതാത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ പരിധിയിലാണെങ്കിൽ കോർപ്പറേഷനാണ് അത് സാധിക്കുക, പഞ്ചായത്തുകളാണെങ്കിൽ പഞ്ചായത്തുകളുടെ. ഇപ്പം ജില്ലാ പഞ്ചായത്തിന് ഷെൽട്ടർ ഹോം നിർമ്മിക്കുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ്. ഞങ്ങൾക്ക് നേരിട്ട് ഇത്തരത്തിൽ സാധിക്കില്ലല്ലോ. അപ്പോൾ അത് തദ്ദേശ സ്ഥാപനങ്ങളാണ് അത് ചെയ്യേണ്ടത്. മറ്റിതിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അങ്ങോട്ട് ഇത് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുക എന്നുള്ളതൊന്നുമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നതും. ഇപ്പം ഞാനത് സൂചിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു ചർച്ച സമൂഹത്തിൽ പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഇപ്പം ഉദാഹരണം കഴിഞ്ഞ ദിവസം സെൻട്രൽ ജയിലിൽ നിന്ന് സൂപ്രണ്ട് എന്നെ വിളിച്ചു. ഇപ്പം ഇവിടെ പട്ടിശല്യമുണ്ട്, അപ്പോൾ ജില്ലാ പഞ്ചായത്താണ് അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പല ആളുകളും ഞങ്ങളോട് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു മേയർ തന്നെയാണ് പറയുന്നത് ജില്ലാ പഞ്ചായത്തിനാണ് കൂടുതൽ അധികാരമെന്ന്. മേയർ തന്നെ നമ്മളോട് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ച് കോർപ്പറേഷൻ ചെയ്യണോ, ജില്ലാ പഞ്ചായത്ത് ചെയ്യണോ, അല്ലെങ്കിൽ അല്ലാതെ ഗ്രാമപഞ്ചായത്ത് ചെയ്യണോ എന്നൊന്നും വിഷയമില്ല. നമുക്ക് സുരക്ഷിതമായ റോഡിലൂടെ നടക്കാൻ കഴിയണം. അത് പട്ടിശല്യമാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും ചെറുക്കാനുമുള്ള നടപടികൾ ഏത് സംവിധാനമാണെങ്കിലും സ്വീകരിക്കട്ടെ. അതിൽ അധികാരത്തർക്കൊന്നും ജനങ്ങളുടെ വിഷയമല്ല. അത് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്. ജനങ്ങളെ സംബന്ധിച്ച് സുരക്ഷിതത്വം വേണം. അത്രയേ ഉള്ളൂ ഇതിൽ കാര്യം. യെസ്, അതെ, അത്രയേ ഉള്ളൂ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കും അതേ ഉള്ളൂ. നമ്മളിപ്പം അത് കോർപ്പറേഷൻ്റെ പരിധിയിലാണ്, അതുകൊണ്ട് സംഭവിച്ചോട്ടെ എന്നൊന്നുമല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതിന് ശാശ്വത പരിഹാരം ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ABC തന്നെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മാത്രമാണ് ഒന്ന് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ ഈ 2024-25 വർഷത്തിൽ ഒരു 150ഓളം പട്ടികളെ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ളത് വന്ധ്യീകരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടേതും ഇതുപോലെ ആ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ABC ചെയ്യുന്നത്. അപ്പോൾ അത് കൊണ്ട് സാധിക്കില്ല എന്നുള്ളതും കഴിഞ്ഞ വർഷം മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ പരിധിയിൽ ഒരു ABC സെന്റർ നിർമ്മിക്കണം, ബ്ലോക്ക് പഞ്ചായത്തുകളും അതിൻ്റെ പഞ്ചായത്തുകൾക്ക് വേണ്ടി നിർമ്മിക്കണം എന്നതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതലേ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇങ്ങനെയൊക്കെ സ്ഥാപനത്തിനും ഈ ഉത്തരവാദിത്തം അവിടെ കൃത്യമായി പാലിക്കപ്പെടാതെ പോകുന്നു. അത് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുടെ വാക്കുകളിൽ ഉള്ളതും. അതേസമയം ജില്ലാ പഞ്ചായത്താണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അധികാരപ്പെട്ടവർ എന്ന് മേയറും പറയുന്നു. അപ്പോൾ ഏകോപനത്തിന്റെ വലിയ പ്രശ്നം അവിടെ ഉണ്ട് എന്ന് പൊതുവിൽ വ്യക്തമാകുന്നുണ്ട്.